ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പ്രോബബിലിറ്റിയിലെ ലാസ്റ്റ് പോർഷനാണ് കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ പ്രോബബിലിറ്റിൻ്റെ കാര്യമായിട്ടുള്ള പ്രോബ്ലംസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി നമുക്ക് മനസ്സിലാക്കാനുള്ളത്, നമ്മൾ ഒരു എക്സാമ്പിളിലൂടെ ഞാൻ ആ കാര്യം വിശദീകരിക്കാം. അതായത് നമ്മൾ കാർഡ് എടുക്കുക അല്ലെങ്കിൽ ബോൾ എടുക്കുക എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അതിൽ ഒരു ബോൾ എടുക്കുന്ന കേസിൽ അല്ലെങ്കിൽ ഒരു കാർഡ് എടുക്കുന്ന കേസ് മാത്രമേ ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ രണ്ട് കാർഡ് എടുക്കണം എന്ന് വിചാരിക്കുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുമ്പോൾ മനസ്സിലാവും. ഇപ്പോൾ സപ്പോസ് ദർ ആർ ത്രീ ബോൾസ് എന്ന് പറയുമ്പോൾ അതിൽ നിന്ന് നമ്മൾ രണ്ട് ബോൾ എടുക്കാൻ തിരിച്ചോളൂ. അപ്പോൾ നമ്മൾ ഉദാഹരണം പറയുകയാണെങ്കിൽ B1 B2 B3 മൂന്ന് ബോളുകളാണുള്ളത്. B1 B2 B3 ഈ മൂന്ന് ബോളുകളിൽ നിന്ന് രണ്ടെണ്ണം അറ്റ് എ ടൈമിൽ എടുക്കാൻ തിരിച്ചോളൂ. അപ്പോൾ നമുക്ക് എടുക്കേണ്ട വിധം ഒന്നുകിൽ B1 B2 എടുക്കാം, അല്ലെങ്കിൽ B2 B3 എടുക്കാം, അല്ലെങ്കിൽ B1 B3 എടുക്കാം. ഇനി വേറെ ഒരു സെലക്ഷൻ ഇതില്ല. അതിൽ there are 3 balls in which we are selecting 2 at a time. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ കിട്ടുക 3 ആണ്. 3 സെലക്ഷൻ ആണത്. ഇനി 3 ബോൾസ് ഉണ്ട്, 3യും എടുക്കുകയാണെങ്കിലോ when we are taking 3 at a time, അപ്പോൾ നമുക്ക് ഒരു സെലക്ഷൻ ഉണ്ടാവുക. ഏതാണത്? B1 B2 B3 ഒരേ സെലക്ഷൻ ഉണ്ടാവുക. ഈ സെലക്ഷനുകളെ നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? നമ്മൾ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ എന്നൊരു ചാപ്റ്റർ ഉണ്ട്, നിങ്ങൾക്ക് എടുത്തിട്ടില്ല, ഞാനത് എടുക്കും. ആ കോമ്പിനേഷൻ, അതിൽപ്പെട്ട കോമ്പിനേഷൻ എന്ന് പറയുന്ന സംഗതിയാണെന്ന് ശ്രദ്ധിക്കുക. there are 3 balls in which we are combining, അതാണ് C, or selecting 2 at a time. അപ്പോൾ 3C2 തന്നെ നോർമലി ഈ എടുക്കുന്നത് നമ്മൾ മാത്തമാറ്റിക്കലി എഴുതുക. എന്താ 3C2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാക്കുക. ആദ്യം 3 ഫാക്ടോറിയൽ ബൈ താഴെയുള്ള 2 ഫാക്ടോറിയൽ, പിന്നെ 3 മൈനസ് 2 ഫാക്ടോറിയൽ. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവില്ല, ഞാൻ പറയാം. അതായത് എന്താണ് സംഭവം എന്നുള്ളത് നോക്കാം. 3 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റാണ്. 2 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2, പിന്നെ ഇത് 3 മൈനസ് 2 1 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ഇതിന് ആൻസർ ഈ 2 × 2 കട്ട് ചെയ്താൽ ആൻസർ 3 കിട്ടും. അതാണ് ഞാൻ നേരത്തെ എഴുതിയ B1 B2 B2 B3 B1 B3 എന്നീ 3 സെലക്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക, ഒരു കൂട്ടത്തിൽ നിന്ന് 1 അറ്റ് എ ടൈം അല്ലാതെ 2 3 മോർ ദാൻ 1 2 പിന്നെ മോർ ദാൻ 1 2 3 4 ഒക്കെ സെലക്ട് ചെയ്യുമ്പോൾ ആ സെലക്ഷനെ നമ്മൾ കണ്ടുപിടിക്കാനുള്ള മാത്തമാറ്റിക്കൽ ടൂളാണ് NCR. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, ഞാൻ പറയാൻ പോകണം, ശ്രദ്ധിക്കുക. പ്രോബിലിറ്റിയിൽ എന്ന് ഹെഡിങ് ചെയ്തതിന് ശേഷങ്ങൾ NCR എന്നാണ് ഞാൻ ഹെഡിങ് ചെയ്തിട്ടുണ്ട്. എന്താ NCR ഈസ് ഈക്വൽ ടു n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇതാണ് നിങ്ങൾ എഴുതേണ്ട ഫസ്റ്റ് റിസൾട്ട്. എന്താണ് n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ? n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 1 into 2 into 3 into എക്സെട്ര അപ് ടു ഇൻറ്റു n. 1 മുതൽ n വരെയുള്ള നാച്ചുറൽ നമ്പേഴ്സിൻ്റെ പ്രൊഡക്റ്റിനെയാണ് നമ്മൾ n ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ. r ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലോ 1 into 2 into 3 എക്സെട്ര അപ് ടു r വരെയുള്ള സംഖ്യ. അതേമാതിരി n മൈനസ് ആർ ഫാക്ടോറിയലോ 1 into 2 into 3 എക്സെട്ര n മൈനസ് ആർ വരെ കേട്ടോ. ഇപ്പം നമ്മൾ ഇതിന് ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഫോർമുല പഠിച്ചതിന് ശേഷം ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ 5C3 ഇതിന് ഉത്തരം കണ്ടുപിടിച്ചു വെച്ചോളൂ. അപ്പോൾ there are 5 items in which we are selecting or combining 3 എന്നാണ് ഇതിനർത്ഥം. അപ്പോൾ 5 ഫാക്ടറി എന്താ നമ്മൾ ചെയ്താൽ 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 2 ഫാക്ടോറിയൽ എന്നാണ് വരിക. അപ്പോൾ നമുക്ക് 1 2 3 4 5 മുകളിൽ വരും, താഴെ 1 2 3 എന്ന് വരും, പിന്നെ 1 into 2 എന്ന് വരും. അപ്പോൾ ഈ 3 ഫാക്ടോറിയൽ ഇവിടെ കട്ട് ചെയ്തു. ഈ 2ഉം ഈ 4ഉം കട്ട് ചെയ്താൽ 2 എന്നാവും. 2 into 5 10 എന്നാണ് ഇതിൻ്റെ ആൻസർ. ഇങ്ങനെ നമ്മൾ ഒന്നിൽ കൂടുതൽ സെലക്ഷനുകൾ വരുമ്പോൾ നമ്മൾ മാത്തമാറ്റിക്സിൽ ആ സെലക്ഷൻ നമ്പർ ഓഫ് സെലക്ഷനെ കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കിനെയാണ് നമ്മൾ എന്ത് പറയുക? കോമ്പിനേഷൻ എന്ന് പറയുന്നത്. NCR എന്നാണ് ഉപയോഗിക്കുക. NCR is equal to n ഫാക്ടോറിയൽ ബൈ r ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് r ഫാക്ടോറിയൽ. ഇവിടെ 5 ഫാക്ടോറിയൽ ഇൻറ്റു ഡിവൈഡ് ബൈ ഇവിടുത്തെ 3 ഫാക്ടോറിയൽ ഇൻറ്റു 5 മൈനസ് 3 2 ഫാക്ടോറിയൽ. എല്ലാവരും ഈ NCR എഴുതുക.
ഇത് എഴുതുക. നമുക്ക് ആ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ ഉള്ള ചാപ്റ്ററിൽ വിശദമായി ഇത് പഠിക്കാനുണ്ട്. ആ സമയത്ത് നമുക്ക് വിശദമായിട്ട് പഠിക്കാം. അപ്പോൾ തൽക്കാലങ്ങൾ ഇത് എഴുതി വെക്കുക. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ടിട്ട് 1-2 പ്രോബ്ലംസ് നമ്മൾ ടെക്സ്റ്റിൽ കൊടുത്ത ചോദ്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. നോക്കൂ, നമ്മളെ ടെക്സ്റ്റിൽ ഇതേമാതിരത്തെ പ്രോബ്ലം കൊടുത്തിട്ടുണ്ട്, ശ്രദ്ധിക്കുക. അതായത് ടെക്സ്റ്റിലെ മിസ്ലേനിയസ് എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. പേജ് നമ്പർ 407 നോട്ട് ചെയ്യാൻ. ഞങ്ങളുടെ ടെക്സ്റ്റിലൂടെ ഞാൻ ക്വസ്റ്റ്യൻ എഴുതുന്നില്ല. 407 എക്സാമ്പിൾ 15 ഇതാണ് നമുക്ക് ഇനി ചെയ്യാനുള്ളത്. ആ ക്വസ്റ്റ്യൻ ഞാനൊന്ന് വായിക്കാം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് when a hand of 7 cards is drawn from a well shuffled deck of 52 cards, it contains all kings, 3 kings, at least 3 kings. അപ്പം നമ്മൾ ചോദിക്കുകയാണ്, ഫസ്റ്റത്തെ പ്രോബ്ലം ഓൾ കിങ്സ് ആണ്. ഓൾ കിങ്സ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ പിന്നെ 3 kings. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അറ്റ്ലീസ്റ്റ് 3 kings. ഈ 3 ചോദ്യത്തിനും ഒന്നുകൂടി ഞാൻ വായിക്കാം. ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് വെൻ എ ഹാൻഡ് ഓഫ് 7 cards ഈസ് ഡ്രോൺ ഫ്രം എ വെൽ ഷഫിൾഡ് പാക്ക് ഓഫ് 52 cards. അപ്പോൾ നമ്മൾ 52 കാർഡിൽ നിന്ന് 7 കാർഡുകൾ സെലക്ട് ചെയ്യാൻ. അപ്പം നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? There are 52 cards in which we are selecting 7. അപ്പോൾ നമുക്ക് ഇതാണ് ആദ്യം എഴുതേണ്ട. നമ്പർ ഓഫ് സെലക്ഷൻ ഈസ് ഈക്വൽ ടു 52C7 ആണ്. അപ്പോൾ 52C7 എന്ന് പറയുന്ന സംഭവം നോക്കൂ, 52C7 ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇനി അടുത്തത്, ഇനി ഓൾ കിങ്സ് 7 കാർഡിൽ നിന്ന് ശ്രദ്ധിക്കുക, 7 കാർഡിൽ നിന്ന് മുഴുവൻ കിങ് ആവാൻ എത്ര കിങ് ഉണ്ട്? ഡയമണ്ടിലൊരു കിങ്, ക്ലബിലൊരു കിങ്, ഹേർട്ടിലൊരു കിങ്, സ്പെയ്ഡിലൊരു കിങ്, അങ്ങനെ 4 കിങ് ഉള്ളത്. അപ്പോൾ നമുക്ക് നമ്മളെടുക്കുന്ന 7 കാർഡാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ എത്ര വരും? 4 കിങ്സ് വേണം. പിന്നെ ബാക്കി 3 നോൺ കിങ്ങും കിട്ടണം. ഇതാണ് നമ്മൾ എടുക്കുന്നത് കിട്ടണ്ടേ, ശ്രദ്ധിക്കുക. ഓൾ കിങ്സ് ആണ് ഇതാണ്. ടോട്ടൽ 7 കാർഡ് എടുക്കുന്നുണ്ട്. ആ 7 കാർഡുകളിലും എല്ലാം കിങ് ആവും ആണ് കണ്ടീഷൻ. എല്ലാം കിങ് ആവും പറഞ്ഞാൽ എത്ര കിങ് ഉണ്ട്? ടോട്ടലി 4 കിങ് ഉണ്ട്. അപ്പോൾ 4 കിട്ടണം. പിന്നെ ബാക്കി 3 നോൺ കിങ് കിട്ടിയാൽ മതി. അപ്പോൾ നമ്മളിവിടെ എന്താ ചെയ്യുക? ഓൾ കിങ്സ് സെലക്ഷൻ ഓഫ് ഓൾ കിങ്സ് എന്ന് പറയുമ്പോൾ ഓൾ കിങ്സിന്റെ സെലക്ഷൻ അങ്ങനെ വരിക. There are 4 kings, we are combining 4 into. ഇനി കിങ് അല്ലാത്ത എത്ര നോൺ കിങ് ഉണ്ട്? 4 കിങ് ഉണ്ടായ ടോട്ടൽ 52 ആണ്. 4 കിങ് മാറിക്കഴിഞ്ഞാൽ ബാക്കി എത്ര ഉണ്ടാവും? 48 നോൺ കിങ് ഉണ്ടാവും. അതിൽ നിന്ന് 3 എടുക്കും. ഇതാണ് നമ്പർ ഓഫ് സെലക്ഷൻസ് ഓഫ് ഓൾ കിങ്സ് എന്ന് പറഞ്ഞാൽ 4 കിങ് ഉള്ളതിൽ 4 എടുത്തു. പിന്നെ 48 കിങ് അല്ലാത്തതിൽ നിന്ന് 3 സെലക്ട് ചെയ്തു. ഇതാണ്. ഇനി therefore probability of all kings is equal to number of selection of all kings എത്ര കിട്ടും? 4C4 into 48C3 divided by n എത്രയാണ്? 52C7 ആണ്. ഇതിൻ്റെ കാൽക്കുലേഷൻ നമുക്ക് 1/7735 എന്ന ടെക്സ്റ്റിൽ കൊടുത്ത ആൻസർ നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. 1/7735 കാൽക്കുലേഷൻ ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ്. നോക്കൂ, ശ്രദ്ധിക്കാം. ഇനി അതെങ്ങനെ കിട്ടിയെന്നുള്ളത് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം എങ്ങനെ കിട്ടുക വെച്ചാൽ നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്യാം. ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞുതരാം. അതായത് 4C4 എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് 4C4? 4C4 ഈസ് ഈക്വൽ ടു 4 ഫാക്ടോറിയൽ ബൈ 4 ഫാക്ടോറിയൽ ഇൻറ്റു 4 മൈനസ് 4 ഇങ്ങനെ വരിക, 0 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കുക. അപ്പോൾ 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ ഇതും കട്ട് ചെയ്ത് പോയി രണ്ടും. പിന്നെ 0 ഫാക്ടോറിയലിൻ്റെ വാല്യൂ 1 ആണെന്ന് നമ്മൾ മാത്തമാറ്റിക്സിൽ പഠിക്കുന്നുണ്ട്. അത് നമ്മൾ പെർമ്യൂട്ടേഷൻ എടുക്കുമ്പോൾ പഠിക്കും. അപ്പോൾ ഇതിന് ആൻസർ 1 കിട്ടി. അപ്പോൾ ഇത് 1 ആണ്. ഇനി 48C3യുടെ വാല്യൂ നോക്കൂ. 48C3 എന്താ? 48 ഫാക്ടോറിയൽ ബൈ
3 ഫാക്ടോറിയൽ ഇൻറ്റു നോക്കൂ 3 ഫാക്ടോറിയൽ ഇൻറ്റു 48 മൈനസ് 3 എത്ര കിട്ടും? 45 ഫാക്ടോറിയൽ. ശ്രദ്ധിക്കട്ടെ നിങ്ങൾ, 48 ഫാക്ടോറിയൽ മുകളിലുണ്ടാവും, 3 ഫാക്ടോറിയൽ താഴെ ഉണ്ടാവും, പിന്നെ 48 മൈനസ് 3 പറഞ്ഞാൽ 45 ഫാക്ടോറിയൽ. അപ്പോൾ ഈ 45 ഫാക്ടോറിയൽ നോക്കൂ, ഇവിടെ 45 ഫാക്ടോറിയൽ ഉണ്ട്, ഇവിടെ 48 ഫാക്ടോറിയൽ. എന്താണ് 1 2 3 അങ്ങനെ 45 46 47 48 ഇതാണ് 48 ഫാക്ടോറിയൽ. 1 മുതൽ 48 വരെ ബൈ താഴെ നമുക്ക് 3 ഫാക്ടോറിയൽ ഉണ്ടാവുന്നോട്ടെ. ഈ 40 ഫാക്ടോറിയൽ എന്താ 1 2 3 അങ്ങനെ പോയിട്ട് 45 വരെ. അപ്പം നിങ്ങൾ നോക്കൂ, ഈ 45 വരെ ഇവിടുന്ന് ക്യാൻസൽ ചെയ്ത് പോകും. പിന്നെ ഇവിടെ 3 ഫാക്ടർ, അപ്പോൾ 46 47 48 ഡിവൈഡ് ബൈ 3 ഫാക്ടർ എന്ന് പറഞ്ഞാൽ 1 × 2 × 3 ആണ്. അപ്പോൾ ഇത് 6 ആണ്. ഈ 6ഉം 48ഉം കിട്ടിയാൽ 8 കിട്ടും അല്ലേ? എന്നിട്ട് ഇതിൻ്റെ പ്രൊഡക്റ്റ് ആയിരിക്കും ഈ 48C3ൻ്റെ വാല്യൂ. അത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അതേപോലെ 52C7 കൂടി ഇതേപോലെ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. എങ്ങനെ 52C7 കണ്ടുപിടിക്കുക? നോക്കൂ, 52C7 കണ്ടുപിടിക്കുന്ന മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. എന്താ 52C7 എന്നാൽ 52C7 ഈസ് ഈക്വൽ ടു 52 ഫാക്ടോറിയൽ ബൈ 7 ഫാക്ടോറിയൽ ഇൻറ്റു 52 മൈനസ് 7 എത്ര? 45 ആണ്. 45 ഫാക്ടോറിയൽ. ഇനി നോക്കൂ, ഈ 45 ഫാക്ടോറിയൽ 45 കട്ട് ചെയ്താൽ എത്ര കിട്ടുക? 46 47 48 49 50 51 52 നമ്മൾ വരാം. കാരണം 45 കഴിഞ്ഞിട്ട് ബാക്കിയുള്ള നമ്പർ 47 40 46 47 48 49 50 51 52 ബൈ 7 ഫാക്ടോറിയൽ തരുമ്പോൾ എത്ര കിട്ടും? 1 2 3 4 5 6 7 അല്ലേ? അപ്പോൾ നമുക്ക് 7ഉം 7 7 49 കട്ട് ചെയ്തു. 6ഉം 8ഉം 14 കട്ട് ചെയ്താൽ 8 ആയി. 5ഉം 15 കട്ട് ചെയ്താൽ 10 ആയി. പിന്നെ 4ഉം 15ഉം കട്ട് ചെയ്താൽ 13 ആയി. പിന്നെ ഈ 2ഉം പിന്നെ 8ഉം കട്ട് ചെയ്താൽ 4 ആയി. ഇനി 3 കൊണ്ട് കട്ട് ചെയ്യാൻ കഴിയും നമുക്ക്. ഇതാ ഈ 3യും ഇതും കട്ട് ചെയ്താൽ 51 കട്ട് ചെയ്താൽ 17 ആയി. ഇപ്പോൾ ഇതിൻ്റെ മൊത്തം പ്രോഡക്റ്റ് ആയിരിക്കും 52C7. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക? അത് സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. സിംപ്ലിഫൈ നിങ്ങൾക്ക് 1/7735 എന്നുള്ള ആൻസറാണ് നിങ്ങൾക്ക് കിട്ടുക കേട്ടോ. അപ്പോൾ ഇതാണ് പ്രോബിലിറ്റി. അപ്പോൾ ശ്രദ്ധിച്ചാൽ എല്ലാവർക്കും യെസ്. ഇനി അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ എന്താ? അതിൻ്റെ അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അതിൽ പ്രോബിലിറ്റി ഓഫ് 3 kings എന്നാണ്. 3 kings. പ്രോബിലിറ്റി ഓഫ് 3 kings. അപ്പോൾ എത്ര കിങ് ഉണ്ട്? 4 കിങ് ഉണ്ട്. അപ്പോൾ 4 കിങ്ങിൽ നിന്ന് 3 kings എടുക്കണം. പിന്നെ എത്ര നോൺ കിങ് ഉണ്ട്? 48 നോൺ കിങ് ഉണ്ട്. അതിൽ നിന്ന് എത്ര എടുക്കണം? 4 എടുക്കണം. കാരണം എന്താ? ടോട്ടൽ നമ്മൾ 7 കാർഡ് എടുക്കണേ. 3 കാർഡ് കിങ് എടുത്തു, ബാക്കി 4 നോൺ കിങ് എടുത്തു. ഇതാണ് നമ്പർ ഓഫ് സെലക്ഷൻ. ദെർഫോർ പ്രോബിലിറ്റി ഓഫ് 3 kings. പ്രോബിലിറ്റി ഓഫ് 3 kings എന്താണ്? 4C3 ഇൻറ്റു 48C4 ഡിവൈഡ് ബൈ 52C7 എന്നാണ് നമുക്ക് ഇതിന് ആൻസർ കിട്ടുക. നിങ്ങൾക്ക് മനസ്സിലായില്ലായിരിക്കും. അതായത് നമ്മൾ എടുക്കുന്നത് 3 kings ആവാനുള്ള പ്രോബിലിറ്റി എന്നാണ്. 3 kings അറിയുമ്പോൾ എത്രയാണ്? ടോട്ടൽ 4 കിങ് ഉണ്ട്, അതിന് 3. അപ്പോൾ 48 നോൺ കിങ് ഉണ്ടാവുക, അതിൽ നിന്ന് 4 എടുക്കണം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ റിക്വയർഡ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ. പ്രോബിലിറ്റി ഓഫ് 3 kings ഈക്വൽ ടു 4C3 ഇൻറ്റു 48C4 ബൈ 52. ഇത് ടെക്സ്റ്റിൽ ഇതിൻ്റെ സിംപ്ലിഫിക്കേഷൻ കൊടുത്തിട്ടുള്ളത്. ആൻസർ നോക്കുക. 9 ഡിവൈഡഡ് ബൈ 1547 എന്നാണ്. നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്കുക, കിട്ടുന്നുണ്ട് നോക്കുക കേട്ടോ. യെസ്. ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 kings എന്നാണ്. പ്രോബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 3 kings. അറ്റ്ലീസ്റ്റ് 3 kings ആണ്. ചുരുങ്ങിയത് 3 എങ്കിലും. അപ്പോൾ 3 kings ആവാം, പ്രോബിലിറ്റി ഓഫ് 3 kings ആവാം, പ്ലസ് പ്രോബിലിറ്റി ഓഫ് 4 kings ആവാം.
ഇതാണ് അറ്റ്ലീസ്റ്റ് 3 പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് 3 പറഞ്ഞാൽ ചുരുങ്ങിയത് 3 എങ്കിലും എന്ന് പറഞ്ഞാൽ 3 ആവാം 4 ആവാം. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് 3 കിങ്സ് നമ്മളിപ്പോൾ കണ്ടു, പ്രോബിലിറ്റി ഓഫ് 4 കിങ്സ് നേരത്തെ കണ്ടു. ആ രണ്ടിൻ്റെയും സമ്മ്. അപ്പോൾ അതിന് രണ്ടിൻ്റെയും സമ്മാണ് അതിൻ്റെ ആൻസർ വരിക എന്ന് പറഞ്ഞാൽ 9 ആദ്യത്തെ നമുക്ക് 9/1547 കിട്ടിയിരുന്നു. പ്ലസ് പിന്നെ 1/7735 എന്നാണ് രണ്ടാമത് കിട്ടിയത്. വിച്ച് ഇസ് ഈക്വൽ ടു നമുക്ക് ഇത് സിംപ്ലിഫൈ ചെയ്താൽ 46/7735 എന്നാണ് ആൻസർ കിട്ടുക. ശ്രദ്ധിക്കുക, നോക്കുക. 46/7735 ഇതാണ് ഇതിൻ്റെ ആൻസർ. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് ടെക്സ്റ്റിൽ വേറെയും കാണാം. അപ്പോൾ ഇതെല്ലാവരും എഴുതിയിരിക്കുക. ഈ മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് നോർമൽ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമ്മൾ മിസ്ലേനിയസ് എക്സർസൈസിലെ ഇതാ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 408. നമുക്ക് ശ്രദ്ധിക്കുക, ക്വസ്റ്റ്യങ്ങൾ എഴുതിർക്കണം. 408 ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാണ് നമ്മൾ ചെയ്യുന്നത് കേട്ടോ. എന്താണ് ക്വസ്റ്റ്യൻ നോക്കാം. 4 cards ആർ ഡ്രോൺ. 4 cards ആണ് നമ്മൾ എടുക്കുന്നത്. 4 cards എടുത്തു. പിന്നെ from a well shuffled pack of 52 cards, what is the probability of obtaining 3 diamonds? 3 diamonds and 1 spade. ഇതാണ് 4 കാർഡ് എടുത്തതിൽ 3 ഡയമണ്ടും 1 സ്പേഡും ആവാനുള്ള പ്രോബിലിറ്റി എന്നതാണ്. അപ്പോൾ നമ്മൾ 4 കാർഡ്സ് എടുക്കണമെങ്കിൽ number of selection is equal to, there are 52 cards, we are selecting 4. 52C4 ആണ് നമ്പർ ഓഫ് സെലക്ഷൻ എന്ന് പറഞ്ഞത്. ഇനി 3 ഡയമണ്ട്സ്. എത്ര ഡയമണ്ട് ഉണ്ട്? ഡയമണ്ട്, ക്ലബ്ബ്, ഹേർട്ട്, സ്പേഡ് അല്ലേ? നമുക്കറിയാം ടോട്ടൽ ഓരോന്നിൻ്റെയും 13 കാർഡ്സാണ് നമുക്കുള്ളത്. 13 കാർഡ്സ്. അപ്പോൾ 13 ഡയമണ്ട്സ് ഉള്ളതിൽ 3 ഡയമണ്ട്സ് ആണ് കിട്ടേണ്ടത്. അപ്പോൾ നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 3 ഡയമണ്ട്സ്, 1 സ്പേഡ്. നമ്പർ ഓഫ് സെലക്ഷൻ ഓഫ് 3 ഡയമണ്ട്സ് ആൻഡ് 1 സ്പേഡ് എന്തായിരിക്കും? 3 ഡയമണ്ട്സ്. എത്ര ഡയമണ്ട്? there are 13 diamonds in which we are selecting 3 into there are 13 spade, diamond, club, heart, spade, we are selecting 1 at a time. ഇതാണ് 13C3 into 13C1. ഇതാണ് number of selection. Therefore probability is equal to probability of 3 diamonds and 1 spade is equal to 13C3 into 13C1 by 52C4 എന്നായിരിക്കും ഇതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾ സിംപ്ലിഫൈ ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിട്ടും 13C3 into 13C1 by 52C4. റെഡി അല്ലേ? അപ്പോൾ ഇതിന് ആൻസർ ലാസ്റ്റ് നിങ്ങൾക്ക് സിംപ്ലിഫൈ ചെയ്താൽ കിട്ടുക. ഞാൻ ആ ആൻസർ ലാസ്റ്റ് പറയാം. 286 by പിന്നെ 20825 എന്നാണ് ഇതിൻ്റെ ലാസ്റ്റ് ഫൈനൽ ആൻസർ. നിങ്ങൾ ചെയ്ത് നോക്കുക, സിംപ്ലിഫൈ ചെയ്ത് നോക്കുക. 286 by 20,825. ഓക്കെ, യെസ്. ഇതാണ് ഈ മോഡലുള്ള ചോദ്യം. അതായത് പെർമ്യൂട്ടേഷൻ കോമ്പിനേഷൻ എന്നുള്ള ചാപ്റ്ററിലെ കോമ്പിനേഷൻ ഉപയോഗിച്ച്. അപ്പോൾ കോമ്പിനേഷൻ എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കുക? കോമ്പിനേഷൻ ഉപയോഗിക്കുക അത്രേ ഉള്ളൂ. ഒന്നിൽ കൂടുതൽ കാർഡുകൾ സെലക്ട് ചെയ്യുന്ന സാഹചര്യം വരുമ്പോഴാണ് നമ്മൾ കോമ്പിനേഷൻ ഉപയോഗിക്കുക. ഇനി ഇതേപോലെ നമുക്ക് വേറെ ക്വസ്റ്റ്യൻസ് നോക്കാം. ശ്രദ്ധിക്കുക.
അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ. ഈ അഞ്ചാമത്തെ ക്വസ്റ്റ്യനിൽ ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് two sections of 40 and 60 are formed. If you and your friend are among 100 students, what is the probability that you both enter the same section, you both enter the different section? അപ്പോൾ അങ്ങനെയാണ് നമുക്ക് പിന്നെ നോക്കേണ്ടത്. ഈ ചോദ്യം നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഇതും ഇതേപോലെ സെലക്ഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഔട്ട് ഓഫ് 100 സ്റ്റുഡൻസ് 2 sections 40 and 60 ആർ ഫോംഡ്. അതായത് ഒരു സെക്ഷനിൽ 40 സ്റ്റുഡൻസ് ഉണ്ടാവണം, വേറെ സെക്ഷനിൽ 60 സ്റ്റുഡൻസ് ഉണ്ടാവണം. അങ്ങനെ രണ്ട് സെക്ഷൻ ആക്കുകയാണ്. പിന്നെ അതിൽ പിന്നെ എന്തായിരിക്കണം എന്നറിയോ, ഒരു സെക്ഷനിൽ 40 യു ബോത്ത് എൻ്റർ ദ സെയിം സെക്ഷൻ. അപ്പോൾ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, ഒന്നുകിൽ 40 രണ്ടാളും 40 ഉണ്ടാവും, അല്ലെങ്കിൽ രണ്ടാളും 60 ഉണ്ടാവും. പിന്നെ രണ്ടാമത്തതോ യു ബോത്ത് എൻ്റർ ഇൻ ദ ഡിഫറെൻറ്റ് സെക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, 40ാമത്തെ സെക്ഷനിൽ ഒരാളും 40ലുള്ള ഒരാളും പിന്നെ 60ലുള്ള വേറൊരാളും അങ്ങനെ വരികയാണെങ്കിൽ ഉള്ള പ്രോബിലിറ്റി എന്താണ്. അപ്പം നമ്മൾ ആൾറെഡി ഉള്ളതാവുമ്പോൾ പിന്നെ 38 സ്റ്റുഡൻസ് മതി. 40 സ്റ്റുഡൻസ് ഇപ്പോൾ ഉദാഹരണം പറയാം 40നെ സെലക്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ രണ്ടാളാകുമ്പോൾ പിന്നെ 38 സ്റ്റുഡൻസിനെ സെലക്ട് ചെയ്യാനുള്ളൂ. അപ്പോൾ അതിൻ്റെ സെലക്ഷൻ എന്ന് പറഞ്ഞാൽ ടോട്ടൽ 100ൽ നമ്മൾ മാറ്റി നിർത്തിയാൽ 98 ഉണ്ടാവും. അപ്പോൾ 98C 38 ആണ് പിന്നെ അവിടുത്തെ സെലക്ഷൻ, നമ്പർ ഓഫ് സെലക്ഷൻ എന്നാണ്. പിന്നെ ടോട്ടൽ നമ്പർ ഓഫ് സെലക്ഷൻ 40 ആണ്. അപ്പം 100C 40. അപ്പോൾ ടോട്ടൽ എത്ര വരും? പിന്നെ പ്രോബിലിറ്റി ഓഫ് ബോത്ത് സ്റ്റുഡൻറ്റ് ഇൻ സെക്ഷൻ എ ഞാൻ പറഞ്ഞത് ശ്രദ്ധിക്കുക. അപ്പോൾ സെക്ഷൻ എ സെലക്ഷൻ 40 സ്റ്റുഡൻസ് ആണ്. സെക്ഷൻ ബി സെലക്ഷൻ 60 സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മളോട് പറയാണ് ബോത്ത് ഇൻ ദ സെയിം സെക്ഷൻ. അപ്പം നമ്മൾ ഇപ്പോൾ രണ്ടാളുണ്ടല്ലോ, ഈ രണ്ടാൾ ഇതിൽ പെട്ടാൽ അവർക്ക് സെലക്ഷൻ ഇല്ല. പിന്നെ ബാക്കി എത്ര ആൾ അതിലുള്ളത്? 38 ഉണ്ടാകുക. കാരണം ടോട്ടൽ 40 ആണല്ലോ. അപ്പോൾ നമ്മൾ പിന്നെ 38 ആളെ സെലക്ട് ചെയ്യാണ്. എത്ര ആളിൽ നിന്ന്? ടോട്ടൽ 100ൽ നിന്ന് നമ്മൾ മാറ്റി നിർത്തിയാൽ ബാക്കി 98 ഉണ്ടാവും. നമ്പർ ഓഫ് സെലക്ഷൻ എത്ര ആയിരിക്കും? 98C 38 ഇതായിരിക്കും ടോട്ടൽ സെലക്ഷൻ. അപ്പം 98C 38. ഇനി ഇതാണ് പ്രോബബിലിറ്റി ഓഫ്, എന്താണ് നമ്മൾ ചോദിച്ചത്? പ്രോബബിലിറ്റി ഓഫ് ബോത്ത് സ്റ്റുഡൻസ് ഇൻ സെക്ഷൻ എ. അപ്പോൾ സെക്ഷൻ എയിലാണ് തിരിച്ചോളൂ. അപ്പോൾ ബോത്ത് സ്റ്റുഡൻസ് ഇൻ സെക്ഷൻ എ എന്നാണ് എത്രയാണ്? 98C 38 ബൈ ടോട്ടൽ 100 ആണ്, 100C 40. അതായത് 40 ആളെ തിരഞ്ഞെടുക്കുമ്പോൾ 100 ആളിൽ നിന്ന് 40 ആളെ തിരഞ്ഞെടുക്കുമ്പോൾ 98 ആളിൽ നിന്ന് 36 ആളെ തിരഞ്ഞെടുത്താൽ മതി. കാരണം ആൾറെഡി രണ്ടാളെന്നുണ്ട് സെക്ഷൻ എയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി. ഇത് നമ്മൾ സിംപ്ലിഫൈ ചെയ്യാം. ആ സിംപ്ലിഫൈ ചെയ്താൽ വലിയ നമ്പറാണ് കിട്ടുക. ഇനി സിംപ്ലിഫൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, ഇതേ ആൻസർ ചെയ്താൽ മതി. ഇനി അടുത്ത എന്താണ്? പിന്നെ ബോത്ത് സ്റ്റുഡൻസ് ഇൻ എൻ്റർ സെക്ഷൻ ബി. ബിയിൽ എൻ്റർ ആവുകയാണെങ്കിൽ, രണ്ടാളും ബിയിലാണെങ്കിൽ എന്താ സംഭവിക്കുക നോക്കൂ. ഇവിടെ രണ്ടാളും ബിയിലാണെങ്കിൽ പിന്നെ 58 ഉണ്ടാകുക. ഇപ്പോൾ ഇതിൽ രണ്ടാളും കൂടി ഇതിലിട്ട് കഴിഞ്ഞാൽ പിന്നെ 58 സ്റ്റുഡൻസിനാണ് നമ്മൾ സെലക്ഷൻ ഉണ്ടാക്കുന്നത്. കാരണം രണ്ടാൾ ആൾറെഡി ഉണ്ടല്ലോ 58 ആളിൽ നിന്ന്. ഈ 58 ആളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു? പിന്നെ 50 ആളെ തിരഞ്ഞെടുക്കുകയാണ്. എത്ര ആളിൽ നിന്ന്? ആകെയുള്ള 100ൽ നിന്ന് 2 പേരെ മാറ്റി നിർത്തിയാൽ 98 പേരെ ഉള്ളതിൽ നമ്മൾ എന്ത് ചെയ്യാണ്? 58 ആളെ തിരഞ്ഞെടുക്കുകയാണ്. അതാണ് ഒന്നാമത്തെ. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് സെയിം ഇൻ ദ സെക്ഷൻ ബി. സെക്ഷൻ ബി എന്ന് പറയുമ്പോൾ ഇതാണ് വരിക. എത്ര? 98C 58 ബൈ 100C 40. അതായത് 100 ആളിൽ നിന്ന് 40 പേരെ തിരഞ്ഞെടുക്കുമ്പോൾ 98 ആളിൽ നിന്ന് 60 ആളെ തിരഞ്ഞെടുക്കുമ്പോൾ 98 ആളിൽ നിന്ന് 58 പേരെ തിരഞ്ഞെടുത്താൽ മതി. ഇതാണ് നമ്മളെ ഒന്നാമത്തെ ആൻസർ.
ഇതേപോലെ ഇനി ഡിഫറെൻ്റ് ആകുമ്പോൾ ഉള്ളതും കൂടെ നിങ്ങൾ കണ്ടുപിടിക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതാണ് ഇതിൻ്റെ ആൻസർ. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ സംഭവം സിമ്പിളാണ്. പരീക്ഷയ്ക്ക് വരുമ്പോൾ നിങ്ങൾ ഈ കോമ്പിനേഷൻ എന്നുള്ള കൺസെപ്റ്റാണ് നിങ്ങൾ ഉപയോഗിക്കേണ്ടത്. ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യുക, നമുക്ക് ആൻസറിൽ എത്താൻ കഴിയും. ഓക്കെ, ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7, മിസ്ലേനിയസിലെ ക്വസ്റ്റ്യൻ നമ്പർ 7 നോക്കുക. ക്വസ്റ്റ്യൻ ഞാൻ എഴുതണില്ല, നിങ്ങൾ എഴുതിയാൽ മതി. P of A 0.54, P of A 0.54, P of B equal to 0.69, P of A intersection B, P of A intersection B equal to 0.35. Find P of A union B. ഒന്നാമത്തത് P of A union B. രണ്ടാമത്തത് A dash intersection B dash. Probability of A dash intersection B dash. മൂന്നാമത്തത് A intersection B dash. Probability of A intersection B dash. നാലാമത്തത് പ്രോബിലിറ്റി ഓഫ് B ഇന്റർസെക്ഷൻ A dash. ഇതാണ് നമുക്ക് ചോദിച്ച ചോദ്യം. അപ്പോൾ ഒന്നാമത്തെ നോക്കൂ, പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എന്താണ്? P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B. ഇതാണ് ഒന്നാമത്തെ ആൻസർ. അപ്പോൾ P of A എന്ന് പറഞ്ഞാൽ എത്ര നമുക്ക് 0.54 നമുക്ക് തന്നിട്ടുണ്ട്, പ്ലസ് P of B എത്ര തന്നിട്ടുണ്ട് 0.69 തന്നിട്ടുണ്ട്, മൈനസ് ഇന്റർസെക്ഷൻ B 0.35 തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കുക. അപ്പോൾ ടോട്ടൽ എത്തുണ്ടാവും 0.88 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. 0.88 ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരിക. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. ഇതിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോബിലിറ്റി ഓഫ് A dash ഇന്റർസെക്ഷൻ B dash. നമ്മൾ ഡിമോർഗൻസിലോ പഠിച്ചിട്ടുണ്ട്. A dash ഇന്റർസെക്ഷൻ B dash എന്ന് എന്താണ്? A യൂണിയൻ B ഓൾ ഡാഷ്. P of A യൂണിയൻ B ഓൾ ഡാഷ്. ഈ P of A യൂണിയൻ B ഓൾ ഡാഷിന് 1 മൈനസ് പ്രോബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് എഴുതിയാൽ മതി, വിച്ച് ഈസ് ഈക്വൽ ടു 1 മൈനസ് നമുക്ക് നേരത്തെ കിട്ടിയ ആൻസർ എത്രയാണ്? 0.88 ആണ്. 0.88. അപ്പോൾ നമുക്ക് 0.12 എന്നാണ് അതിൻ്റെ രണ്ടാമത്തെ ആൻസർ ആയിട്ട് കിട്ടുക കേട്ടോ. ഇതാണ്. ഇനി A ഇന്റർസെക്ഷൻ അടുത്തത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ഡാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A ഇന്റർസെക്ഷൻ B ഡാഷ് എന്ന് പറഞ്ഞാൽ A മൈനസ് A ഇന്റർസെക്ഷൻ B ആണ്. അപ്പോൾ പ്രോബിലിറ്റി ഓഫ് A മൈനസ് A ഇന്റർസെക്ഷൻ B. അപ്പോൾ ഇതിൻ്റെ ഉത്തരം പ്രോബിലിറ്റി ഓഫ് A മൈനസ് പ്രോബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B ആയിരിക്കും. അപ്പോൾ 0.54 നോക്കൂ, 0.54 മൈനസ് 0.35 അല്ലേ? 0.54 ആണ് A ഇന്റർസെക്ഷൻ B ആണ്. 0.54 മൈനസ് 0.35 ഈക്വൽ ടു 0.19. ഇതിൻ്റെ ആൻസർ 0.19 ആയിരിക്കും. അതേപോലെ B ഇന്റർസെക്ഷൻ A ഡാഷ് എന്ന് എത്രയാണ്? B ഇന്റർസെക്ഷൻ A ഡാഷ് P of B മൈനസ് A ഇന്റർസെക്ഷൻ B ആണ് കേട്ടോ. നിങ്ങൾ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്കിതിനെ എളുപ്പത്തിൽ ആൻസർ കിട്ടും. ഇതാണ് അതുമായി ബന്ധപ്പെട്ടിട്ട് പഠിക്കാനുള്ള ശ്രദ്ധിക്കുക. ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇതിൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളായിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയുള്ള നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ ക്ലിയർ ചെയ്യാം കേട്ടോ. ബാക്കിയുള്ള ചോദ്യങ്ങളൊക്കെ നമുക്ക് ഓൾമോസ്റ്റ് നമ്മൾ ചെയ്തതാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് നോക്കിയിട്ട് നമുക്ക് മൊത്തത്തിൽ ചാപ്റ്ററുകളൊക്കെ ഒന്ന് നോക്കി പ്രോബ്ലങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. എന്നിട്ട് കിട്ടാത്ത ഏതുണ്ടെങ്കിലും നമ്മൾ ഗ്രൂപ്പിൽ അറിയിച്ചാൽ മതി. ഞാനത് നിങ്ങൾക്ക് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഓക്കെ.